السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, തഫ്സീർ ജുസ് അമ്മ, ഖുർആനിലെ അവസാനത്തെ ജുസ് ആയ 30ാമത്തെ ജുസ് ആയ അമ്മ ജുസ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഒന്നാമത്തെ സൂറത്തുൻ നബ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷമുള്ള 2ാമത്തെ സൂറത്ത് അഥവാ ഖുർആനിലെ 79ാമത്തെ അധ്യായം അന്നാസിആത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആരംഭിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തിലുള്ള ഈ ജുസ്ഉകളിൽ, പ്രത്യേകിച്ച് മക്കയിൽ ഇറങ്ങിയിട്ടുള്ള സൂറത്തുകളിലെല്ലാം തന്നെ പരലോകത്തെ അതുപോലെ തന്നെ പുനരുത്ഥാനത്തെ നിഷേധിക്കുന്ന മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് മറുപടിയായിക്കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ സൂറത്തിലും പുനരുത്ഥാനത്തെക്കുറിച്ച് പരിഹാസരൂപേണ അതൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ അഭിപ്രായ വ്യത്യാസത്തിലായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തരമായ ദൃഷ്ടാന്തങ്ങളെ എടുത്തു കാണിക്കുകയും ഇതിനെല്ലാം പടക്കാനും സംവിധാനിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നാളെ പരലോകത്ത് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നത് നമ്മൾ ആ സൂറത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സൂറത്തിലും സഹോദരങ്ങളെ സമാനമായ ആശയങ്ങളാണുള്ളത്. എന്നാൽ മുൻകഴിഞ്ഞ സൂറത്തിലില്ലാത്ത പോലെയുള്ള താക്കീതുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ കൊണ്ടുവന്നത് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറാ. ഈ 5 ആയത്തുകൾ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ പടപ്പുകളായ മലക്കുകളെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നതാണ്. പ്രത്യേകിച്ചും അവസാന ജുസ്ഉകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തരമായ പടപ്പുകളെ തൊട്ട് സത്യം ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. വശംസി വദ്ദുഹാഹ വൽഖമരി ഇദാ തലാഹ വദ്ദുഹാ വല്ലൈലി ഇദാ സജ. ഒരുപാട് സൂറത്തുകളിൽ അല്ലാഹു രാവിനെ, പകലിനെ, ഭൂമിയെ, ആകാശത്തെ, നക്ഷത്രമണ്ഡലങ്ങളെ, ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൊട്ട് സത്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒന്ന്, ആ കാര്യം മഹത്തരമായ അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളായിരിക്കും, നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാകും ആ പടപ്പിനെക്കുറിച്ച്. രണ്ടാമത്തേത്, ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ള കാര്യമായിരിക്കും. ഖുർആൻ മുഴുവനും ഗൗരവമുള്ള കാര്യം മാത്രം തന്നെയാണ്, അതിൽ തമാശകളില്ല. കേട്ട് രസിക്കാനുള്ള കഥകളല്ല അതിൽ കൊടുത്തിട്ടുള്ളത്, മറിച്ച് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ്. പക്ഷേ അല്ലാഹു എന്നിട്ടും ഒരു കാര്യം സത്യം ചെയ്തു പറയുന്നുണ്ട് എങ്കിൽ അത് അതീവ ഗൗരവമുള്ള കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ഈ സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ആയത്തുകളെക്കുറിച്ച് വിശദീകരണം പറഞ്ഞത് കാണാൻ സാധിക്കും. എന്താണ് സഹോദരങ്ങളെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് സത്യം ചെയ്യാനുള്ള കാര്യം എന്താണ്? അതുപോലെ മൂന്നാമത്തെ ഒരു പാഠം കൂടി സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ പടപ്പുകളെ തൊട്ട് സത്യം ചെയ്യുന്നതാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ പേരിലല്ലാതെ ഒരു കാര്യവും സത്യം ചെയ്ത് പറയാൻ പാടില്ല. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഒരാളെ ബോധ്യപ്പെടുത്താൻ സത്യം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നമ്മൾ അല്ലാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ബില്ലാഹ്, അല്ലാഹുവാണ് സത്യം, തല്ലാഹ്, അല്ലാഹുവാണ് സത്യം തുടങ്ങിയ വാക്കുകളാണ്. അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ
മറ്റു പേരുകൾ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കങ്ങനെ സത്യം ചെയ്യാം. റബ്ബുൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം എന്ന് നമുക്ക് സത്യം ചെയ്യാം. അതല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ആളുകളുടെ പേരിൽ വെച്ച് സത്യം ചെയ്യുക എന്നുള്ളത് ഷിർക്കായ കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. മൻ അഹ്ലഫ ബിഗൈരില്ലാഹ് ഫഖദ് അഷ്റക്, ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഈ കാര്യം ശരിക്കും മനസ്സിലാക്കണം. ഇനി നോക്കാം, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ഈ 5 ആയത്തുകളിൽ മലക്കുകളെ തൊട്ട് സത്യം ചെയ്തിട്ടുള്ളത്? മലക്കുകളും ആ മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നൽകിയിട്ടുള്ള ചില ദൗത്യങ്ങളും എടുത്തു പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വിശിഷ്യ ആദ്യത്തെ ആയത്തുകൾ, 1-ാമത്തെയും 2-ാമത്തെയും ആയത്തുകൾ പ്രത്യേകിച്ചും ഈ സൂറത്തിൻ്റെ ശേഷമുള്ള കാര്യവുമായി ബന്ധമുള്ളതാണ്. ഈ ആയത്തുകളിൽ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ പിടിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള മലക്കുൽ മൗത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ മലക്കുൽ മൗത്ത് എങ്ങനെയാണ് ഒരു വിശ്വാസിയെ സമീപിക്കുക, എങ്ങനെയാണ് പരലോകത്തെ നിഷേധിച്ച അള്ളാഹുവിൽ പങ്കുചേർത്ത ഒരു കാഫിറിനെ, മുശ്രിക്കിനെ എങ്ങനെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ സമീപിക്കുക എന്ന കാര്യമാണ്. കാരണം അവർ പരലോകത്തെ നിഷേധിച്ച ആളുകളാണ്. കാഫിറുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരലോകത്തെ നിഷേധിച്ച് പരിഹസിക്കുന്ന ആളുകളാണ്. അവർക്ക് ഈ രംഗത്ത് മനസ്സിലാക്കാൻ സാധിക്കും. മലക്കുകൾ വരുന്ന സമയത്ത്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് എല്ലാ കാഫിറിനും ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവൻ എവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും, മുസ്ലിമീങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, അവൻ്റെ മലക്കുകളുണ്ട്, ഇതാ ഞാൻ എൻ്റെ നരകം മുന്നിൽ കാണുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആ മലക്കുകളെ തൊട്ട് സത്യം ചെയ്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ നോക്കൂ, വന്നാസിആതി ഗർഖാ, വന്നാസിആതി ഗർഖാ. നസഅ എന്ന് പറഞ്ഞാൽ ഊരുക എന്നാണ് അർത്ഥം. ഒരു കാര്യത്തിൽ നമ്മൾ ഊരിയെടുക്കുന്നതിനാണ് നസഅ എന്ന വാക്ക് ഉപയോഗിക്കുക. നാസിഉൻ എന്ന് പറഞ്ഞാൽ ഊരുന്നവൻ എന്നാണ്. മലക്കുകളെ കുറിച്ചാണ്, ഒരുപാട് മലക്കുകളുണ്ട്, അതിനാണ് വന്നാസിആത്ത്, ഊരിയെടുക്കുന്നവ. ഗർഖാ, ഗർഖൻ എന്ന് പറഞ്ഞാൽ അത് മുങ്ങിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, ഊരി ചെന്നെടുക്കുക എന്നാണ് അർത്ഥം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ, കാഫിറുകളായ ആളുകളുടെ റൂഹ് എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. കാഫിറിൻ്റെ റൂഹ് എടുക്കുക മലക്കുകൾ അങ്ങനെയാണ്. ആ റൂഹിനെ ഊരിച്ചെന്ന് ഊളിയിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ശക്തമായി പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങേയറ്റം വേദനിപ്പിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് മലക്കുകൾ റൂഹ് എടുക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മലക്കുകൾ വേദനിപ്പിക്കുന്നത് അവരുടെ സംസാരം കൊണ്ടുമുണ്ട്, അവരുടെ പ്രവൃത്തി കൊണ്ടുമുണ്ട്. സംസാരം കൊണ്ട് സഹോദരങ്ങളെ, മലക്കുകൾ റൂഹെടുക്കുന്ന സമയത്ത് ഈ വ്യക്തിയോട് പറയുന്നതാണ്, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ കാനത് ഫിൽ ജസദിൽ ഖബീസ, വളരെ മ്ലേച്ഛമായ ശരീരത്തിൽ കഴിഞ്ഞുകൂടിയ മ്ലേച്ഛമായ ആത്മാവെ നീ പുറത്തേക്ക് വരിക. നിനക്കിതാ നരകത്തിൻ്റെ കരിമ്പുകയുണ്ട്, നരകത്തിൻ്റെ ഹമീമുണ്ട്, ചൂടേറിയ പാനീയമുണ്ട്, ഖസ്സാക്കുണ്ട്, നരകക്കാരുടെ ചലവും തണുത്ത വെള്ളവുമുണ്ട് നിനക്ക്, അതുപോലെയുള്ള ധാരാളം ശിക്ഷകളുണ്ട്. അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് നീ ഇറങ്ങി വരിക എന്ന് പറഞ്ഞ് അവനെ പ്രയാസപ്പെടുത്തിയിട്ടാണ് മലക്കുകൾ ഈ റൂഹ് ഊരുന്നത് തന്നെ. ഇനി മലക്കുകളുടെ പ്രയാസപ്പെടുത്തുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ സഹോദരങ്ങളെ, ആ മലക്കുകൾ ഈ കാഫിറിൻ്റെ മുഖത്തടിക്കുന്നതാണ്. കാഫിറിൻ്റെ മുഖത്ത് മലക്കുകൾ അടിക്കുന്നതാണ്, അവൻ്റെ തലകൾക്കും അടിക്കുന്നതാണ്, പിൻഭാഗത്തും അടിക്കുന്നതാണ്. അങ്ങനെ റൂഹ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും വേദനിക്കുന്ന രൂപത്തിലാണ് ഊരിയെടുക്കുക എന്ന് കാണാൻ സാധിക്കും. ഹദീസുകളിൽ വന്നതുപോലെ ഒരു നനഞ്ഞ ഒരു പന്നി അത് മുള്ളുകൾക്കിടയിൽ നിന്നും വലിച്ചെടുക്കുമ്പോൾ എല്ലായിടത്തും കൊളത്തി വലിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമായി ചിതറിയ രൂപത്തിൽ അതെടുത്തു കൊണ്ടുപോകുന്നതാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വന്നാസിആതി ഗർഖാ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ കാഫിറുകളുടെ റൂഹുകൾ ഊരിച്ചെന്നുകൊണ്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഊരിയെടുക്കുന്ന ആ മലക്കുകൾ തന്നെയാണ് സത്യം. മലക്കുകൾ എന്നുള്ളത് ആയത്തിലെവിടെയും വന്നിട്ടില്ല, തഫ്സീറിലുള്ള കാര്യമാണ്. തഫ്സീറുകളിൽ മഹാന്മാരായ സഹാബികളും താബിഈങ്ങളും ഒക്കെ അത് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഇതിനതല്ലാത്ത ചില തഫ്സീറുകളും ചിലർ പറഞ്ഞിട്ടുണ്ട്, അതല്ലാത്ത ചില തഫ്സീറുകളും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശരിയായിട്ടുള്ള തഫ്സീറുകളായി പണ്ഡിതന്മാർ പറയുന്നത് അത് മലക്കുകളെക്കുറിച്ച് തന്നെയാണ് എന്നാണ്. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, വന്നാശിതാതി നഷ്താ, സൗമ്യതയോടെ പുറത്തെടുക്കുന്നവ തന്നെയാണ് സത്യം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഅ്മിനീങ്ങളുടെ റൂഹ് എങ്ങനെയാണ് മലക്കുകൾ പുറത്തേക്കെടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെയല്ല,
മലക്കുകളുടെ പ്രവൃത്തിയും മലക്കുകളുടെ സംസാരവും ഏറ്റവും മനോഹരമായ ഒരാളുടെ സംസാരത്തേക്കാൾ, നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും മനോഹരമായ ഒരാളുടെ സംസാരത്തേക്കാളും മനോഹരമായതാണ്. മനോഹരമായ മുഖമുള്ള സൗന്ദര്യമുള്ള മലക്കുകളാണ് അവരെ സമീപിച്ചെത്തുന്നത്. ആ മരണവേളയിൽ ആ സൗന്ദര്യമുള്ള വ്യക്തിയെ കണ്ടുകൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വിടവാങ്ങി പോകുന്നത്. ആ മലക്കുകളുടെ സംസാരവും സഹോദരങ്ങളെ ഏറ്റവും മുന്തിയ സംസാരമാണ്. ആ മലക്കുകൾ അവരോട് ഇതാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലേക്ക് നിങ്ങൾ വരിക എന്നാണ് പറയുക. നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് വരൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞ് അവർ വലിയ സന്തോഷത്തിലാണ് ഇവിടുന്ന് പിരിഞ്ഞു പോകുക. പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. ഇവിടെ കുടുംബത്തെ വിട്ടേച്ചാണ് പോകുന്നത്, സമ്പത്തുകൾ ഉണ്ടാക്കി വെച്ചത് വിട്ടേച്ചാണ് പോകുന്നത്, ബാധ്യതകളെ കൊണ്ട് ഇന്ന പ്രയാസങ്ങളൊന്നും അവർക്കില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അവർക്ക് സ്വർഗത്തിൻ്റെ ആ സ്വർഗീയ അനുഭൂതികളൊക്കെ പറഞ്ഞിട്ട് സന്തോഷിപ്പിച്ചിട്ടാണ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ അവരുടെ റൂഹിനെ കൊണ്ടുപോകാൻ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കഫം പുടവ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ശരീരത്തിനെ കഫം പുടവ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കുളിപ്പിച്ചിട്ടൊക്കെ. അതുപോലെ സ്വർഗത്തു നിന്നുള്ളൊരു കഫം പുടവയുമായിട്ടാണ് മലക്കുകൾ വരുന്നത്. അവരുടെ കൈകളിലേക്ക് എടുക്കുകയില്ല, നേരെ ആ കഫം പുടവയിൽ എടുത്തുകൊണ്ട് ഈ റൂഹുമായി 7 ആകാശങ്ങളിങ്ങനെ കടന്നു പോകുകയാണ്. ഓരോ ആകാശത്തിലേക്ക് എത്തുന്ന സമയത്തും ആ ആകാശത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്നുണ്ടാകും, ആരാണിത് എന്ന് ചോദിക്കും. അപ്പോൾ അവൻ്റെ ഭൂമിയിൽ അവന് വെച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ആ പേര് പറയും. മലക്കുകൾ വളരെ സന്തോഷത്തോടുകൂടി അവനെ സ്വാഗതം ചെയ്യും. 7 ആകാശങ്ങളിലും ഇതേ കാര്യമായിരിക്കും. മലക്കുകൾ ഇങ്ങനെ ഒരു ആകാശത്തിലുള്ള മലക്കുകൾ അടുത്ത ആകാശം വരെ അവൻ അനുഗമിക്കുന്നതാണ്. അങ്ങനെ 7 ആകാശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ പേര് എല്ലീനിൽ സ്വർഗക്കാരുടെ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ട് പിന്നീട് തിരിച്ച് റൂഹ് ഖബറിലേക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് ആ റൂഹ് തിരിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഖബറിൽ വെച്ചുകൊണ്ട് അവൻ്റെ ശരീരവും റൂഹും ഖബറിലുള്ള സ്വർഗത്തിൻ്റെ പൂന്തോപ്പ് ആസ്വദിക്കുന്നതായിരിക്കും. മലക്കുകളുടെ ഉത്തരം ഏറ്റവും ശരിയായി നല്ല രൂപത്തിൽ അവർക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ മനോഹരമാണ് സഹോദരങ്ങളെ. ഒരു മുഅ്മിൻ മരിച്ചു കഴിഞ്ഞാൽ അവന് മരണസമയത്ത് വലിയ പ്രയാസമില്ല. അവൻ്റെ റൂഹ് അത് പുറത്തേക്കെടുക്കുന്നത് ഹദീസുകളിൽ വന്നിട്ടുള്ളത് ഒരു കൂജയിൽ നിന്നും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ വായിൽ നിന്നും എങ്ങനെയാണോ അത് എളുപ്പത്തിൽ പുറത്തേക്ക് വരുന്നത് അതുപോലെയാണ്. വലിയ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. അവനെ സംബന്ധിച്ച് എങ്ങനെ അവൻ മരിച്ചാലാകട്ടെ, അവനൊരു അപകടത്തിൽ മരിച്ചാലാകട്ടെ, ഏത് രൂപത്തിലാകട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസങ്ങളൊന്നും അവനുണ്ടാവുകയില്ല. അവൻ്റെ റൂഹ് അത് വിട പറഞ്ഞു പോകുന്ന സമയത്ത് അവൻ എളുപ്പമായിരിക്കും. അവൻ ബുദ്ധിമുട്ടിയിട്ടല്ല പോകുക എന്ന കാര്യമാണ് അല്ലാഹു തആല സന്തോഷ വാർത്തയായി മുഅ്മിനീങ്ങളെ, പരലോകത്തെ, അതുപോലെ പുനരുത്ഥാനത്തെ വിശ്വസിച്ച ആളുകളെ അവരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് വന്നാശിതാത്തി നഷ്താ, സൗമ്യതയോടുകൂടി പുറത്തെടുക്കുന്നവ തന്നെയാണ് സത്യം എന്നാണ് പറഞ്ഞത്. മൂന്നാമതായിട്ട് പറയുന്നത് വസ്സാബിഹാത്തി സബ്ഹ എന്നുള്ളതാണ്. വസ്സാബിഹാത്തി സബ്ഹ, ഇത് മലക്കുകളുടെ പൊതുവെയുള്ളവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണ്. ഒഴുകി വരുന്നവ തന്നെയാണ് സത്യമെന്നാണ്. സബഹ എന്ന് പറഞ്ഞാൽ നീന്തി എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണത്. മലക്കുകൾ ഇങ്ങനെ ആകാശത്തേക്ക് പോകുകയും റൂഹുമായി ആകാശത്തേക്ക് പോകുകയും അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനകൾ പാലിക്കുന്നതിന് വേണ്ടി ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഒരു നീന്തുന്നവൻ വെള്ളത്തിൽ പൊങ്ങിയും താണും എങ്ങനെയാണോ നീന്തുക, അതുപോലെ മലക്കുകൾ ഇങ്ങനെ ആകാശത്തേക്കും പോകുകയും തിരിച്ച് ഭൂമിയിലേക്ക് വരികയും ഇങ്ങനെ എപ്പോഴും കർമ്മനിരതരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തികൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് പ്രവർത്തിക്കാൻ വേണ്ടി അവർ കർമ്മനിരതരാണ്, എപ്പോഴും പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരൊരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല. അള്ളാഹു എന്താണോ കൽപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ് അത് പ്രവർത്തിക്കാനായിട്ട്. ഇസ്രാഫീൽ എന്ന് പറയുന്ന കാഹളത്തിലേക്ക് ഊതുന്ന മലക്ക്, ആ മലക്കിൻ്റെ കയ്യിൽ ഒരു കാഹളമുണ്ട്. ആ മലക്ക് എപ്പോഴും അർശിൻ്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയാണ്. കാരണം എങ്ങാനും ഒരു കണ്ണിമ വെട്ടുന്ന സമയത്ത് വൈകിപ്പോയാലോ, അള്ളാഹു കാഹളത്തിൽ ഉദാൻ പറഞ്ഞതിന് ശേഷം വൈകിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് അത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മലക്കുകൾ സഹോദരങ്ങളെ ഒഴുകി വരുന്നുകൊണ്ടേയിരിക്കുകയാണ്. ആകാശത്തേക്ക് പോകുന്നു, അങ്ങനെ ആകാശത്തു നിന്നും താഴേക്ക് വരുന്നു. ഇവിടെ റൂഹുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണ് എങ്കിൽ മുഅ്മിനിൻ്റെ റൂഹ് നാം നേരത്തെ പറഞ്ഞതുപോലെ 7 ആകാശത്തേക്ക് ഇങ്ങനെ കയറിപ്പോകുന്നതാണ്. അങ്ങനെ അവർ പിരിച്ച് താഴേക്ക് വരുന്നതാണ്. ഇതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു കാഫിറിൻ്റെ റൂഹാണെങ്കിൽ ഒന്നാം ആകാശത്തേക്ക് എത്തുന്ന സമയത്ത് സഹോദരങ്ങളെ അവിടെ അവന് വേണ്ടി വാതിൽ തുറക്കപ്പെടുകയില്ല. ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ പേര് പറയുമ്പോൾ മലക്കുകൾക്ക് ഇവൻ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായിരുന്നു എന്ന് തിരിച്ചറിയുകയും അവനിവിടെ പ്രവേശനമില്ല, അവന് സ്വാഗതമില്ല എന്ന് പറഞ്ഞ് അവനെ തിരിച്ചയക്കുകയും എടുത്തെറിയുകയുമാണ് ചെയ്യുക എന്നാണ്. അങ്ങേയറ്റം വേദന കൊണ്ട് പൊളഞ്ഞിട്ടായിരിക്കും ആ ആത്മാവ് ഭൂമിയിലേക്ക് പതിക്കുക എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും.
ഇതാണ് വസ്സാബിഹാത്തി സബ്ഹ, ഒഴുകി വരുന്നവ തന്നെയാണ് സത്യം. ഇതും മലക്കുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറയുന്നു ഫസ്സാബിഖാത്തി സബ്ഖ ഫൽ മുദബ്ബിറാത്തി അംറ. ഈ രണ്ടായത്തും ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ആദ്യത്തെ 3 ആയത്തിലുള്ള വാവുൽ ഖസമല്ല, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ വാവിൻ്റെ അർത്ഥം വാവുൽ ഖസം എന്നാണ്, സത്യം. നമ്മൾ വല്ലാഹി എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാവ് അത് വാവുൽ ഖസം, അറബിയിൽ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 ഹർഫിൽ ഒന്നാണ് വാവ്. പിന്നെയുള്ളത് ബ ആണ്, ബില്ലാ, അള്ളാഹുവാണ് സത്യം. പിന്നെയുള്ള ത ആണ്, തല്ലാഹ്, അള്ളാഹുവാണ് സത്യം. അതിലൊന്നാണ് വാവ്. 4-ാമത്തെ ആയത്തെത്തുമ്പോൾ അവിടെ വാവില്ല, ഫ ആണുള്ളത്. അങ്ങനെ എന്ന് പറയുമ്പോൾ എന്നിട്ട് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള അർത്ഥമുള്ള ഫ ആണ് അവിടെ ഉള്ളത്. ഓതുമ്പോൾ നമ്മൾ വാവാക്കി അങ്ങനെ കൂട്ടി ഓതരുത്, തെറ്റിപ്പോകും. ഫസ്സാബിഖാത്തി സബ്ഖ, എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം എന്നാണ്. ഇപ്പോൾ മലക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. മലക്കുകളുടെ പൊതുവായ രീതിയാണത്. അവരെപ്പോഴും സാബിഖാത്താണ്. സാബിഖാത്ത് എന്ന് പറഞ്ഞാൽ മത്സരത്തിലൊക്കെ തിരക്ക് കൂട്ടി മുന്നിൽ മറ്റൊരാളെ കവച്ചു വെക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് കുതിക്കുന്നവരാണ് സാബിഖാത്ത് എന്ന് പറയുക. അസ്സാബിഖൂനൽ അവ്വലൂൻ എന്നൊക്കെ സഹാബികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സലഫുകളെ കുറിച്ച് പറഞ്ഞില്ലേ, അസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യം ദീനിലേക്ക് കടന്നു വന്ന സൽക്കർമ്മങ്ങളിലേക്ക് ധൃതിപ്പെട്ടു വന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സബഖ എന്നുള്ള വാക്കതാണ്, മുൻകടന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഫസ്സാബിഖാത്തി സബ്ഖ, മലക്കുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുന്നോട്ട് കുതിച്ചു പോകുന്ന ആ മലക്കുകൾ തന്നെയാണ് സത്യം. അതിനുശേഷം പറയുന്നു ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യം നിയന്ത്രിക്കുന്നവയും തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെക്കുറിച്ച് പറയാണ്. മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ചുമതലകൾ നൽകിയിട്ടുണ്ട്. ആ ചുമതലകളിൽപ്പെട്ടതാണ് പ്രധാനപ്പെട്ടത് വഹി ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അവരുടെ ചുമതലകളിൽപ്പെട്ട ഒരു കാര്യമാണ് ഭൂമിയിലേക്ക് വഹി എത്തിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അത് ശർഈയായ ചുമതലയാണ്. അതുപോലെ തന്നെ കൗനിയായ പ്രാപഞ്ചികമായ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നമുക്ക് ലഭിക്കുന്ന മഴ. അത് അല്ലാഹു തആല അത് പെയ്യിപ്പിക്കാൻ അതിൻ്റെ ചുമതല ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടിമിന്നൽ അതിനൊരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഭൂമിയിലുള്ള ഓരോരോ കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഗർഭപാത്രത്തിൽ നമ്മളൊക്കെ ശിശുവായിരിക്കുന്ന സമയത്ത് ഒരു റൂഹ് ഊതാൻ, അതിനൊരു ജീവൻ വൽപ്പിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഹഫളത്തിനുള്ള മലക്കുകളുണ്ട്. സംരക്ഷണത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകളുണ്ട്. മുഅ്മിനീങ്ങൾ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാൻ അല്ലാഹു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തദ്ബീറാണ്, അവൻ്റെ തദ്ബീറാണിത്. അവനാണ് നിയന്ത്രിക്കുന്നത്. അതല്ലാതെ മലക്കുകൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ സ്വന്തമായി എന്തെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ ആയത്തിലുള്ള തദ്ബീർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലായിക്കത്താണ്, അവരുടെ ഇജ്മാ ഉള്ള കാര്യമാണ്. അതല്ലാതെ ഏതെങ്കിലും ഔലിയാക്കൾക്ക് തദ്ബീറുണ്ട് എന്ന് ഇന്ന് ചില മുശ്രിക്കുകൾ പറയുന്നത് പോലെയല്ല. ഔലിയാക്കൾക്ക് തദ്ബീറുണ്ട്, ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കുക എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ വാദം സഹോദരങ്ങളെ അത് മുൻഗാമികൾക്ക് ആർക്കും അറിയാത്ത കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യം നിയന്ത്രിക്കുന്നവയും തന്നെയാണ് സത്യം. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇതിനു ശേഷം ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ചില കാര്യമാണ് പറയാൻ പോകുന്നത്. ഇനി ഈ ആയത്ത് ഒരുപാട് കാര്യം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞാൽ അതിനൊരു ജവാബുൽ ഖസം ഉണ്ടായിരിക്കും. നമ്മൾ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് വെറുതെ നിർത്തുകയില്ലല്ലോ, അതിനൊരു ജവാബുണ്ടാകും. വല്ലാഹി ഞാൻ അങ്ങനെ പോയിട്ടില്ല, അതാണ് എൻ്റെ ജവാബുൽ ഖസം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ അതേപോലെ ഇവിടെ 3 കാര്യത്തെ മലക്കുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ സത്യം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ജവാബ് അത് തഖ്ദീറാണ്, സങ്കല്പിക്കണം. അതവിടെ കൊടുത്തിട്ടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അത് പറയുകയാണ്. അതിൻ്റെ തഖ്ദീർ ലതുബഅസന്ന വലതുഹാസബന്ന, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഇതിൻ്റെ താല്പര്യം. ഈ മലക്കുകൾ ഇവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ്റെ കൽപ്പന പ്രകാരം ഇതെല്ലാം ചെയ്യുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനുശേഷം സഹോദരങ്ങളെ, അന്ത്യനാളിൽ അല്ലാഹു തആല അന്ത്യനാളിൻ്റെ ഭയാനകമായ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു. യൗമ തർജുഫുർ റാജിഫ, ആ നടുക്കുന്ന സംഭവം, നടുക്കമുണ്ടാക്കുന്ന ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പറയുന്നത്.
ഇവിടെ ഒന്നാമത്തെ ഊത്താണ് ഉദ്ദേശിക്കുന്നത് അന്നഫ്ഹത്തുൽ ഊല. മലക്ക് ആദ്യമായി കാഹളത്തിൽ ഊതുന്ന സമയത്ത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മരിച്ചു വീഴുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലരൊഴികെ എല്ലാവരും മരിച്ച് വീഴുന്നതായിരിക്കും. അതാണ് യൗമ തർജുഫുർ റാജിഫ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നടുക്കുന്ന സംഭവം, നടുക്കമുണ്ടാക്കുന്ന ആ ദിവസം അഥവാ ഖിയാമത്ത് നാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു തത്ബഉഹറാദിഫ. ആ ഊത്തിന് ശേഷം മറ്റൊരു ഊത്ത് അതിനെ തുടർന്നുണ്ട്, അതിനെ തുടർന്ന് പിന്നാലെ മറ്റൊന്നും. തത്ബഉഹ അതിനെ പിന്തുടരുന്നു. അറാദിഫ അതേപോലെയുള്ള ഭയങ്കരമായ ഒരു ഊത്ത് അന്ന് സംഭവിക്കുന്നതാണ്. ഘോര ശബ്ദത്തോടു കൂടിയാണ് സഹോദരങ്ങളെ അത് സംഭവിക്കുക എന്നുള്ളത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട സുദീർഘമായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ ആദ്യത്തെ ഊത്തും രണ്ടാമത്തെ ഊത്തും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതുപോലെ ഇതിനിടയിലുള്ള സമയം എന്ന് പറയുന്നത് ഹദീസിൽ വന്നത് 40 എന്നാണ്, 40 എന്നാണ്. 40 യൗമൻ എന്നോ ദിവസമെന്നോ 40 ഷഹ്റൻ എന്നോ 40 സനത്തൻ എന്നോ ഒന്നും വന്നിട്ടില്ല. മാസമെന്നോ വർഷമെന്നോ വന്നിട്ടില്ല. മറിച്ച് 40 അതിൻ്റെ കാലയളവ് എത്രയാണെന്ന് അള്ളാഹു അഅലം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. തത്ബഉഹ റാദിഫ ഒന്നാമത്തെ ഊത്തിന് ശേഷം അതിനെ തുടർന്ന് പിന്നാലെ മറ്റൊന്നും എന്നാണ് പറയുന്നത്. അന്നേ ദിവസം മനുഷ്യരെങ്ങനെയായിരിക്കും? ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. ചില ഹൃദയങ്ങൾ അന്ന് വിറച്ചുകൊണ്ടിരിക്കും. കാഫിറുകളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. കാരണം അവർ ഇതെല്ലാം നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണോ അവർ നിഷേധിച്ചത് ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ അവർക്ക് ഭയമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അവർക്ക് യഖീൻ വർദ്ധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ഇതാ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കും. ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് അവർക്ക് അറിയുന്ന കാര്യമാണ്. എന്നാൽ ഈ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദുനിയാവിൽ കേട്ട് തള്ളിക്കളഞ്ഞ് തീർന്നില്ല, പരിഹസിച്ച് അങ്ങനെ അവരുടെ കാര്യങ്ങൾ അവർ തീർത്തിട്ടുള്ള ഈ കാര്യം സഹോദരങ്ങൾ അവരുടെ നെഞ്ച് അവർ പൊട്ടിപ്പോകുന്ന രൂപത്തിൽ അതിൻ്റെ ഹൃദയം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഖുലൂബുൻ ഹൃദയങ്ങൾ യൗമഇദിൻ വാജിഫ് എന്ന് വിറച്ചുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ സ്ഥലം തെറ്റിപ്പോകും, സ്ഥാനം തെറ്റിപ്പോകും. ഈ ഖിയാമത്ത് നാളിലുള്ള ഓരോ സംഭവ വികാസങ്ങൾ കാണുന്ന സമയത്ത് അത് സ്ഥാനം തെറ്റിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് 2 നിർഭയത്വവും 2 പേടിയും നൽകുകയില്ല എന്നാണ്. അവൻ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചവനാണെങ്കിൽ, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചവനാണെങ്കിൽ ആഖിറത്തിൽ അവന് അമ്നുണ്ടാകും. ദുനിയാവിൽ അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ അദാബിനെക്കുറിച്ചും അമ്നിലുണ്ടായവൻ, നിർഭയത്വത്തിലുണ്ടായവൻ ആഖിറത്തിൽ പേടിക്കും. അള്ളാഹു അവനെ അവിടെ പേടിക്കും. രണ്ടും ഉണ്ടാവുകയില്ല. 2 സ്ഥലത്തും അവന് നിർഭയനായി കഴിയുക. ഒന്നും ഇല്ല, ഒന്നും പേടിക്കാനില്ല, ഒന്നും നോക്കാനില്ല. അല്ലെ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ പേടിച്ച് കഴിയുന്നവരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ നേരെ മസ്ജിദിലേക്ക് വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആ മസ്ജിദിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? റബ്ബിനെ പേടിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് വേണം നിസ്കരിക്കാതെ ഈ കാഫിറുകളെ പോലെ ഇരുന്നൂടെ? ഇല്ല, നമുക്ക് പേടിയുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഒരു വക്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൊണ്ട് ചോദ്യം ചെയ്യുന്നതാണ്. അതിൻ്റെ പേരിൽ അവന് നമ്മൾ നരകത്തിലിടാനുള്ള അവനുള്ള കഴിവ് അവനുണ്ട്. അവനത് ചെയ്യുന്നതാണ്. അവനെ തടയാൻ ആർക്കും സാധിക്കുകയില്ല, അവനോട് വാദിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ആ പേടി കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കാൻ വരുന്നത്. അതിനു മുമ്പ് നമ്മൾ കൃത്യമായി വുളു എടുക്കുന്നു. ഒരു അവയവം പോലും നനയാതെ വിടാൻ നമുക്ക് പേടിയാണ്. കാരണം വുളു ശരിയായിട്ടില്ല, നിസ്കാരം ശരിയാവുകയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അത്ര കൃത്യത? പേടിയുള്ളത് കൊണ്ടാണ്. അങ്ങനെ ദുനിയാവിൽ ഓരോ കാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുണ്ടാകുന്ന സമയത്ത്, എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് എളുപ്പമാകുന്ന സമയത്തും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഹലാലായത് മാത്രം മതി, ഹറാമായ ഒരു രൂപയും എനിക്ക് വേണ്ടതില്ല എന്ന് പേടിച്ച് നമ്മൾ ആ കാര്യങ്ങളിലെല്ലാം സൂക്ഷ്മത കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഖിയാമത്ത് നാളിനെ പേടിച്ചിട്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ പേടിച്ചിട്ടാണ്. സ്വർഗവും നരകവും ഉണ്ടെന്നുള്ള പേടിച്ചിട്ടാണ്. അങ്ങനെ റബ്ബിനെ പേടിച്ചിട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കുന്ന ആളുകൾക്ക് നാളെ അമ്നുണ്ടാകും, നിർഭയത്വമുണ്ടാകും. എന്നാൽ അള്ളാഹുവിനെ പേടിയില്ലാതെ ഓരോ കാര്യങ്ങളിലും, വ്യക്തിപരമായ കാര്യങ്ങളാകട്ടെ, സാമ്പത്തികമായ കാര്യങ്ങളിലാകട്ടെ, ഏത് കാര്യമാകട്ടെ, പരലോകത്തിൻ്റെ കാര്യമാകട്ടെ, നിർഭയത്വത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ടാകും. ഫ്രീ ബേർഡ്സായിട്ട്, എല്ലാം ഫ്രീ തിങ്കേഴ്സായിട്ട്, എല്ലാം അവർക്ക് തോന്നുന്നത് പോലെയാണ്. അവർക്ക് തോന്നുന്നത് പോലെ അവർക്ക് ജീവിക്കാം. നമുക്ക് ഭയങ്കര പ്രയാസമൊന്നുമില്ല, അല്ലേ? അവരതാണ് പറയുക, നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനൊന്നുമില്ല, അല്ലെ? ചില ആൾ മുസ്ലിമീങ്ങളിൽ അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. നമ്മളെന്തെങ്കിലുമൊക്കെ നിഷിദ്ധമായ ചില കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അല്ല അത് നോക്കാൻ, നമുക്കങ്ങനൊന്നും ഇല്ലല്ലോ, അല്ലെ? നമ്മളൊരു പാട്ട് കേൾക്കരുത്, മോനെ കല്യാണത്തിൽ പാട്ട്, നിങ്ങൾക്കല്ലേ അതൊക്കെ, നമുക്കതൊന്നും പ്രശ്നമല്ല, അല്ല? അവൻ്റെ ആ ഒരു നിർഭയത്വം, സുബ്ഹാനല്ലാഹ്, അവൻ വഞ്ചിതനായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കപ്പെടുകയില്ല എന്ന് വഞ്ചിതനായിരിക്കുകയാണ്, ജാഹിലാണ്, വിവരമില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ പറയാം, അത് നിങ്ങൾക്കല്ലേ, നമുക്കതൊന്നും പ്രശ്നമല്ല, അല്ലേ? നമ്മളൊരു നിര്യാണി വിട്ട വസ്ത്രം അങ്ങനെ ഇടാൻ പാടില്ല, അത് നിങ്ങൾക്കല്ലേ, നമുക്കെന്താ?
ഇവന് വേറെ പരലോകമാണ് എന്ന പോലെയാണ്. അല്ലെങ്കിൽ ഇവൻ ഇവിടെ തന്നെ ശാശ്വതനായി ഇനി മരിക്കുകയില്ല എന്നതുപോലെയാണ്. ഇനി മരിച്ചാൽ തന്നെ ഇവൻ്റെ ഇഷ്ടപ്രകാരം ഇവൻ എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു സ്ഥലത്ത് ഉയർത്തെഴുന്നേൽക്കും എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് 2 നിർഭയത്വം നൽകുകയില്ല എന്നാണ്. ഇവിടെ അവൻ നിർഭയനാണെങ്കിൽ അത് അള്ളാഹു അങ്ങനെ വിട്ടേച്ചതാണ്. അള്ളാഹു ഈ ദുനിയാവിന് അങ്ങനെ വലിയ വില ഒന്നും കൊടുത്തിട്ടില്ല. ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന് വില കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുത്തനും വെള്ളം കൊടുക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഇത് വെറുതെ വിട്ടതാണ്, അത്രയും നിസ്സാരമായി വിട്ടിട്ടുള്ളതാണ്. എല്ലാവർക്കും അവർക്ക് ഇഷ്ടം പോലെ ഇവിടെ ജീവിക്കാനൊക്കെ സാധിക്കും. അള്ളാഹുവിനെ നിഷേധിച്ചിട്ട് ജീവിക്കാൻ സാധിക്കും, തെമ്മാടിയായിട്ടും ജീവിക്കാൻ സാധിക്കും, എങ്ങനെയും ജീവിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ നിർഭയത്വം കിട്ടിയാൽ ഖബർ മുതൽ അങ്ങോട്ടുള്ള ആ ഉഖ്റവിയായ ജീവിതത്തിൽ നിർഭയത്വം കിട്ടുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. 2 നിർഭയത്വമില്ല. ഇവിടെ പേടിച്ചവൻ അവിടെ നിർഭയത്വമുണ്ട്, ഇവിടെ പേടിക്കാത്തവൻ അവിടെ പേടിയുണ്ട്. സഹോദരങ്ങളെ, അത് കൃത്യമായി മനസ്സിലാക്കുക. അന്നേ ദിവസം ചില ഹൃദയങ്ങൾ വിറച്ചുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അബ്സാറുഹ ഖാശിയ, അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിന്ദരായിക്കൊണ്ട് അവരുടെ കണ്ണുകൾ ഒന്നിനും വയ്യാതെ അവശരായിക്കൊണ്ട് ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കും. ഭൂമിയിൽ വലിയ കിബറന്മാരായിട്ട് അഹങ്കാരികളായിട്ട് ഇങ്ങനെ അഹങ്കരിച്ച ആളുകൾ ഏറ്റവും വലിയ നിന്ദ്യരായിട്ടായിരിക്കും പരലോകത്തുണ്ടാവുക എന്നുള്ളതാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അവനൊരു ഉറുമ്പിനെ പോലെ ആയിരിക്കും ഉണ്ടാവുക. അത്രേ അവന് വണ്ണം തന്നെ അള്ളാഹു നൽകുകയുള്ളൂ. അവനാരും ഗൗനിക്കുകയില്ല. ആളുകൾ പോകുമ്പോൾ ചവിട്ടിപ്പോകാൻ മാത്രം നിന്ദ്യനായിട്ടുള്ള നിസാര ജീവികളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ കിബറന്മാർ അഹങ്കാരികളെ അവിടെ കൊണ്ടുവരുന്നതാണ്. അബ്സാറുഹ ഖാശിയ, അവരുടെ കണ്ണുകൾ അന്ന് കീഴ്പോട്ട് താഴ്ന്നിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഗതി വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അവർക്ക് ഈ രൂപത്തിൽ പേടി വന്നിട്ടുള്ളത്? തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, യഖൂലൂന, അവർ പറയുമായിരുന്നു, യഖൂലൂന, അവർ പറയുന്നു, അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, നാം നമ്മുടെ മുൻസ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്നവരാണോ? അഇദാ കുന്നാ ഇളാമൻ നഖിറ, നാം ജീർണിച്ച എല്ലുകളായി കഴിഞ്ഞാലും ഇനിയൊരു മടക്കമോ? അഇദാ കുന്നാ ഇളാമൻ നഖിറ, ജീർണിച്ചു പോയി എല്ലുകൾ. മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിച്ചില്ലേ? ഖബറിൽ നിന്നും ജീർണിച്ച എല്ലുകൾ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരൊറ്റ ഊതിയിട്ട് അവർ പറഞ്ഞു, ഇത് പറന്നുപോയി, ഇനി എന്ത് സംഭവിക്കും? ഒന്നുമില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞ് പരലോകത്തെ നിഷേധിക്കുകയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് അവർക്ക് ഈ ശിക്ഷ ലഭിക്കുന്നത് എന്ന് പറയാൻ അവർ പറഞ്ഞു, ഇനി അങ്ങനെ പരലോകമൊന്നുമില്ല, പരലോകം എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. നമ്മളങ്ങനെ ഇനി പഴയ സ്ഥിതിയിലേക്ക് മടക്കപ്പെടുകയോ, നമ്മളെങ്ങനെ ഏതൊരവസ്ഥയിലാണോ മരിച്ചത് അതിലേക്ക് ഇനി മടക്കപ്പെടുകയോ, ജീർണിച്ചെല്ലുകളായി കഴിഞ്ഞിരിക്കുന്നു, ഇനി അതിന് സാധ്യതയില്ല എന്നാണ്. ഇനി അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു പറയുകയാണ്. പരിഹസിച്ചു പറയുന്ന വാക്കാണ് ഇതൊക്കെ. എന്നിട്ട് അവർ ഒരു കാര്യം കൂടി പരിഹസിച്ചു കൊണ്ട് പറയുന്നുണ്ട്, കാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അങ്ങനെ ഒരു മടക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് നഷ്ടകരമായ ഖാസിറത്തായ ഒരു കറത്തായിരിക്കും, മടക്കമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതവർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞൊരു ആയത്താണ്. പക്ഷേ മുഅ്മിനീങ്ങൾക്കിത് പാഠമുള്ള കാര്യം തന്നെയാണ്. കാരണം എങ്ങാനും നമ്മൾ നഷ്ടകാരിയായിട്ട് എങ്ങാനും പരലോകത്തേക്ക് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് നഷ്ടകാരിയായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ അവസ്ഥയില്ല. അതുകൊണ്ട് ചില കവികൾ മുൻകാലത്ത് പാടിയിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടർമാരും അന്നുള്ള ഫിലോസഫിമാരും ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഇവർ പറയുന്നു പരലോകമില്ല എന്നുള്ളത്. എന്നിട്ട് ആ കവി പറയാണ്, എനിക്കിനി പരലോകം ഇല്ലെങ്കിലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എൻ്റെ അവസ്ഥ അതാണ്. കാരണം ഞാൻ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒരാൾ പാലിച്ചതുകൊണ്ട് അയാൾക്ക് ഭൗതികമായ ഒരു നഷ്ടമില്ല. കാരണം ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹരമായ നിയമസംഹിതകൾ മാത്രമാണുള്ളത്. കുടുംബജീവിതത്തിലും സാമ്പത്തികമായ ഇടപാടിലും എല്ലാത്തിലും ഒരു മനസ്സമാധാനം നൽകുന്ന ദീൻ മാത്രമാണ് ഇസ്ലാം. അതിൽ പ്രയാസമായി ബുദ്ധിമുട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷം. എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം അവൻ്റെ ജീവിതം സന്തോഷത്തിലായിരിക്കും. അതാണ് പണ്ഡിതന്മാർ ഏറ്റവും സന്തോഷത്തിൽ കഴിയുന്ന ആളുകളാണ്. അവർക്ക് ഭയങ്കര റാഹത്താണ്. ഓരോ ദിവസവും വലിയ പ്രതീക്ഷയോടുകൂടി റാഹത്തിലാണ് അവർ എഴുന്നേറ്റ് നിൽക്കുന്നത്. അവർ നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത് ഒക്കെ റാഹത്ത് കിട്ടുന്ന കാര്യമാണ്. ഒരു നഷ്ടമില്ല. ഇനി എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ല, നിൻ്റെ കാര്യം എന്താണ്? ഇതൊക്കെ പരിഹസിച്ച് നിഷേധിക്കുന്ന നീ ഉയർത്തെഴുന്നേറ്റാൽ നിൻ്റെ കാര്യം എന്തായിരിക്കും? അപ്പോൾ അവർ പറയുകയാണ്, കാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അങ്ങനെ ഒരു മടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ജീർണിച്ചതിന് ശേഷം മടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നഷ്ടകരമായൊരു മടക്കമായിരിക്കും എന്നാണ്. പക്ഷേ അത് നമുക്ക് പാഠമുള്ള കാര്യമാണ്. അവരാ പറഞ്ഞത് പാഠമുള്ളതാണ്. തീർച്ചയായും നഷ്ടകരമായ കാര്യം തന്നെയായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നീട് ആ ഖിയാമത്ത് നാളിൽ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഉണ്ടാക്കുക? ഈ ജീർണിച്ച എല്ലിൻ്റെ കാര്യം ഒരു പറഞ്ഞല്ലോ. ഈ ജീർണിച്ച എല്ലിൽ നിന്നും ഓരോ മനുഷ്യരെയും ഉണ്ടാക്കാൻ അള്ളാഹുവിന് പ്രത്യേകം എന്തെങ്കിലുമൊക്കെ ഒരു പണിയുണ്ടോ?
പ്രത്യേകം പ്രയാസപ്പെട്ട് ഘട്ടം ഘട്ടമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹു പറയുന്നു ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ, അത് ഒരേ ഒരു ഘോര ശബ്ദം മാത്രമായിരിക്കും, അത്രേ ആവശ്യമുള്ളൂ. ഒരു ഘോര ശബ്ദം അവിടെ ഉണ്ടാകുന്നതാണ്. വീണ്ടും ആളുകൾ എഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഊത്തും കൂടിയുണ്ട്, അത്രേ ആവശ്യമുള്ളൂ. വലിയൊരു ശബ്ദത്തോടു കൂടിയായിരിക്കും. ഫഇദാ ഹും ബിസ്സാഹിറ, അപ്പോഴതാ അവർ ഭൂമുഖത്തെത്തിക്കഴിഞ്ഞു. എല്ലാവരും മണ്ണിനടിയിലാണുള്ളത്. അതിൽ പല കോലത്തിൽ മണ്ണിനടിയായ ആളുകളുണ്ട്. സാധാരണഗതിയിൽ മരിച്ചവരുണ്ടാകും, കത്തിച്ചാമ്പലാക്കപ്പെട്ടവരുണ്ടാകും, മത്സ്യങ്ങൾ വിഴുങ്ങിയവരുണ്ടാകും, വന്യമൃഗങ്ങൾ തിന്ന ആളുകളുണ്ടാകും. എന്തുമാകട്ടെ, ഭൂമിക്കകത്ത് അവൻ്റെ അവശിഷ്ടമുണ്ട്. ആ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അവൻ്റെ പഴയ രൂപത്തിലേക്ക് ആക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമുഖത്തേക്ക് എത്തിക്കും. ഫഇദാഹും ബിസ്സാഹിറ, അപ്പോഴതാ അവർ ഭൂമുഖത്തെത്തിക്കഴിഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഭൂമിക്കടയിൽ മരിച്ചു കിടന്ന ആളുകളെല്ലാം അതിനു മുകളിൽ ജീവനുള്ളവരായിട്ട് തന്നെ എത്തും. എന്തേ ആവശ്യമുള്ളൂ? ഒരൊറ്റ ഊത്ത് മതി. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങനെ നിങ്ങളെ വീണ്ടും പടക്കുക എന്നുള്ളതിന് വലിയ പ്രയാസമോ ഒരുപാട് സമയമെടുക്കേണ്ട കാര്യമോ ഒന്നുമല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ വളരെ വ്യക്തമാക്കി നൽകുകയാണ്. മുശ്രിക്കുകൾക്കും അതുപോലെ മുഅ്മിനീങ്ങളായ ആളുകൾക്കും പാഠമാക്കിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നീട് സഹോദരങ്ങളെ, ആയത്ത് വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. പരലോകത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, പരലോകമുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം, സത്യനിഷേധികൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം പിന്നീട് അതാ കാണുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ചരിത്രമാണ് പറയുന്നത്. ഹൽ അതാക ഹദീസു മൂസ, മൂസാ നബിയുടെ വർത്തമാനം താങ്കൾക്ക് വന്നെത്തിയ റസൂലെ, ഇദ്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ, തുവ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞ് ഒരു ചരിത്രം പറയുകയാണ്. എന്താണ് അങ്ങനെ പെട്ടെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലേക്ക് മാറിയത്? നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മളടക്കൊക്കെ അർത്ഥം ഒന്ന് വെച്ചിട്ട് ഓതണം. എന്താണ് പെട്ടെന്നൊരു അർത്ഥമാറ്റം അങ്ങനെ കാണാൻ സാധിക്കും? അല്ലാതെ ഒരു സൂറത്തും വളരെ കുറഞ്ഞ സൂറത്തേ ഉണ്ടാവുള്ളൂ, ആദ്യം മുതൽ അവസാനം വരെ ചെറിയ ചെറിയ സൂറത്ത് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. വലിയ വലിയ സൂറത്തുകളാകുമ്പോൾ 5 or 6 ആയത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ 10 ആയത്ത് വരുമ്പോൾ, 15 ആയത്ത് വരുമ്പോൾ വിഷയം മാറുന്നത് കാണാൻ സാധിക്കും. ഈ വിഷയം മാറൽ വെറുതെ അങ്ങനെ ഒരു വിഷയം മാറിയതല്ല, മറിച്ച് അതിന് വലിയ ബന്ധം ഉണ്ടാകും. ഇവിടെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് ഖുർആനിൽ ഒരുപാട് പരാമർശിച്ചിട്ടുള്ള ചരിത്രം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അദ്ദേഹത്തിൻ്റെ പേരാണ് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പരാമർശിച്ചിട്ടുള്ളത് ഖുർആനിൽ. ഏകദേശം 64 തവണ എന്തോ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രവും മറ്റും ഒരുപാട് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെയുള്ള വിശ്വാസികളെയും ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മക്കിയായ സൂറത്താണ്. മുസ്ലിമീങ്ങൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഉള്ള സമയത്താണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഈമാനികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കും അവരെ അനുധാവനം ചെയ്തവൾക്കും ഇതേപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുദാഹരണമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ കഥ നിങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. 2 കാരണമാണത്. ഒന്ന്, മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കും, നബിയെ താങ്കൾ ആദ്യമായിട്ടുണ്ടായ ഒരു നബിയല്ല, താങ്കളുടെ ജനത ആദ്യത്തെ മുഅ്മിനീങ്ങളുമല്ല, എല്ലാ അമ്പിയാക്കൾക്കും അവരെ അനുസരിച്ച പ്രയാസം അനുഭവിച്ചിരുന്ന അവരുടെ ഉമ്മത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബിയെ താങ്കളെപ്പോലെ പ്രയാസം അനുഭവിച്ച നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. താങ്കളുടെ സമുദായത്തെ പോലെ പ്രയാസം അനുഭവിച്ച സ്വഹാബത്ത് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആ ചരിത്രത്തിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് അന്തിമ വിജയം നൽകിയതും അവരുടെ ശത്രുക്കൾക്ക് പരാജയം നൽകിയതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മക്കയിൽ നിങ്ങളിപ്പോൾ വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ, നിങ്ങൾക്ക് വലിയൊരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയില്ല അല്ലെ? ഈ ആയത്തിറങ്ങുന്ന സമയത്ത് സഹാബികൾക്കറിയോ ഇനിയൊരു മക്കം ഫത്ത് ഉണ്ടാകും, ഈ മക്ക മുഴുവൻ നമ്മുടെ അധികാരത്തിലെത്തും, ലോകം മുഴുവൻ ഇസ്ലാം വ്യാപിക്കുമെന്നുള്ളത് സഹാബികൾക്ക് അറിയില്ലല്ലോ. ആയത്തിറങ്ങുന്നേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്. ഇത്ര വലിയ ഫിർഔൻ, ഈജിപ്തിനെ ഭരിച്ചിട്ടുള്ള, മിസ്റിനെ ഭരിച്ചിട്ടുള്ള വലിയ ഫിർഔന്മാരുണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം കടപുഴകി വീണിട്ടുണ്ട്. കേവലം ദുർബലനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് പോലും പ്രശ്നമുള്ള ഒരാളാണ്, വിക്കലുള്ള വ്യക്തിയാണ് അദ്ദേഹം. ദുർബലരായ ബനു ഇസ്രായേലുകാരാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. മൂസ ഈ ഫിർഔൻ ആരാണ്? ഒരു രാജ്യത്തിൻ്റെ വലിയ ഭരണാധികാരിയാണ്, സ്വേച്ഛാധിപതിയാണ്. അദ്ദേഹം അടക്കി ഭരിക്കുകയാണ്. അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ് മിസ്റിനെ അടക്കി ഭരിക്കുന്ന ആ ഫിർഔൻ ഉണ്ടായിരുന്നു. അവൻ്റെ അവസ്ഥ എന്താണ്? എന്തു പറ്റി അവനെ സംബന്ധിച്ചിടത്തോളം? അവൻ അവിടെ നശിച്ചില്ലാതായിരിക്കുന്നു, അവൻ്റെ ആളുകൾക്ക് നാമാവശേഷമായിരിക്കുന്നു. ഇന്നും ഫിർഔൻ്റെ ആളെന്ന് പറഞ്ഞ് ആരെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല. അവരെ പറിച്ച് കേൾക്കുമ്പോൾ ലഅനഹുല്ലാഹ്, അള്ളാഹു അവനെ ശപിക്കട്ടെ എന്ന് പറയുന്ന ആളുകളാണ് ഇന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്കും
ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് ഇവിടെ കൊടുക്കുന്നത്. നോക്കൂ സഹോദരങ്ങൾ, അന്ന് എത്ര പേരാണുള്ളത്? ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത്, ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് മക്കയിലുണ്ടായിരുന്ന മുസ്ലിമുകൾ എത്ര പേരായിരിക്കും? പ്രയാസം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരിൽ പലരും മുശ്രിക്കുകളുടെ വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചൂട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കടന്നു വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണത്. അമ്മാറും സുമയ്യയും റളിയല്ലാഹു അൻഹും എല്ലാവരും പ്രയാസപ്പെടുന്ന സമയത്താണ് ഈ ആയത്ത്. പിന്നീട് എന്തുണ്ടായി? എന്തായിരുന്നു പര്യവസാനം? മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകി. മദീനയിലേക്ക് അവർ പലായനം ചെയ്തു. ഇസ്ലാം അത് വ്യാപിച്ചുകൊണ്ടിരുന്നു. ഇന്നെവിടെ എത്തി? ഇസ്ലാം ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇസ്ലാം വളരുക മാത്രമാണ് ചെയ്തത്. ഇസ്ലാം ഒതുങ്ങിപ്പോയിട്ടില്ല എന്ന കാര്യം ഇത് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, സ്വഹാബികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചരിത്രം പറയുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഹൽ അതാക ഹദീസ് മൂസ, ഹൽ അതാക, നിനക്ക് വന്നെത്തിയോ എന്നുള്ളതൊരു ചോദ്യമല്ല, നിനക്ക് വന്നെത്തിയല്ലോ എന്ന് പറയുന്ന ഒരു രീതിയാണത്. താങ്കൾക്ക് വന്നെത്തിയിട്ടുണ്ടല്ലോ. ഹദീസ് മൂസ നബിയുടെ വർത്തമാനം താങ്കൾക്കറിയാമല്ലോ. ഇദ്നാദാഹു റബ്ബുഹു, ഇദ്നാദാഹു, അദ്ദേഹത്തെ വിളിച്ചു, റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ റബ്ബ്, ബിൽ വാദി അൽ മുഖദ്ദസി തുവ എന്ന പരിശുദ്ധ താഴ്വര. മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധം എന്നാണ് അർത്ഥം. വാദിൻ എന്ന് പറഞ്ഞാൽ താഴ്വര എന്നാണ് അർത്ഥം. ഇദ്നാദാഹു, അദ്ദേഹത്തെ വിളിച്ചു, റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ റബ്ബ്, ബിൽ വാദിൽ മുഖദ്ദസി തുവ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച്. അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിച്ചിട്ടുള്ള താഴ്വരയാണത്. നമുക്കറിയാവുന്ന കാര്യമാണ്. സൂറത്തു താഹയിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ചുരുങ്ങിയ രൂപം മാത്രമാണ് ഇത്. അത് ഖുർആൻ്റെ രൂപം അങ്ങനെയാണ്. ഖുർആൻ ഒരു സ്ഥലത്ത് വിശദമായി പറഞ്ഞ കാര്യം വേറൊരു സ്ഥലത്ത് ചുരുങ്ങിയ രൂപത്തിൽ പറയും. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച കാര്യം? മൂസയോട്, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, ഓ മൂസ ഇദ്ഹബ്, നീ പോകണം, ഇലാ ഫിർഔൻ, ഫിർഔനിൻ്റെ അടുക്കലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി നീ പോകേണ്ട സമയമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇന്നഹു തഗാ, അവൻ എല്ലാ പരിധിയും ലംഘിച്ചിട്ടുണ്ട്, അവൻ എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവൻ അങ്ങേയറ്റം തെമ്മാടിയായി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങേയറ്റം തെമ്മാടിയായി അവിടെയുള്ള ജനങ്ങളോടും അവൻ ഏറ്റവും മോശമായ രൂപത്തിലാണ് പെരുമാറുന്നത്. ജനങ്ങൾ ഉപദ്രവിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. അങ്ങനെ അവൻ്റെ തുഗ്യാൻ, അവൻ്റെ പരിധി വിടൽ, അത് അങ്ങനെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നീ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട്, നീ ഫിർഔനിൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാൻ. ഇത് ഖുർആനിൽ മറ്റു സ്ഥലത്തൊക്കെ കാണാൻ സാധിക്കും. നീ പോകേണ്ടത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മൂസയും കൂടെ ആരുണ്ട്? മൂസ അലൈഹി സ്വലാത്തു ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ എൻ്റെ സംസാരം തന്നെ ശരിയില്ല, വിക്കലുള്ള വ്യക്തിയാണ്, എനിക്ക് ആരെങ്കിലുമൊക്കെ ഒരാളെ, എൻ്റെ അഹി ഹാറൂനെ കിട്ടിയാൽ നന്നായിരുന്നു. അങ്ങനെ ഹാറൂൻ നബി, അദ്ദേഹവും അലൈഹിസ്സലാം കൂടെ പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരോടും അല്ലാഹു തആല പറഞ്ഞതാണ്, ഇദ്ഹബ ഇലാ ഫിർഔൻ, നിങ്ങൾ ഫിർഔൻ്റെ അടുക്കലേക്ക് പോവുക. വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ ലയ്യനായ വാക്ക് പറയണം. ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. പണ്ഡിതന്മാർ ദഅവത്ത് ചെയ്യുമ്പോൾ, നമ്മൾ ആളുകളോട് നസീഹത്ത്, ഉപദേശങ്ങൾ നൽകുമ്പോൾ അതിൻ്റെ ഒരു മൻഹജായിട്ട്, രീതിശാസ്ത്രമായിട്ട് ഈ ആയത്തിനെ അവർ തെളിവാക്കിയത് കാണാൻ സാധിക്കും. എത്ര വലിയ തെമ്മാടിയാണെങ്കിലും നീ ഖൈർ ഉദ്ദേശിച്ച് സംസാരിക്കുന്നതാണ് എങ്കിൽ നിൻ്റെ സംസാരം ഖൈറായിരിക്കണം. നീ അവനെപ്പോലെ തെമ്മാടിത്തരം പറയാൻ പാടില്ല. അവൻ എത്ര വലിയ തെമ്മാടിയാണെങ്കിലും നീ അതേപോലെ പ്രതികരിക്കാൻ പാടില്ല. നീ അവനെ അടുക്കലേക്ക് പോകുന്നത് ദീനിലേക്ക് ദഅവത്ത് നടത്താനാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദഅവത്ത് നടത്താനാണോ എങ്കിൽ ഖൗലൻ ലയ്യിൻ, വളരെ നൈർമല്യമുള്ള, അവന് ഹക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള വാക്ക് പറയണം. ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള ആളുകളോട് നമ്മൾ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. മുഅ്മിനീങ്ങളോടാണെങ്കിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളോടാണെങ്കിൽ എത്ര നിർമ്മലത്തോടുകൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക, ഇതിൽ വലിയ പാഠമുണ്ട്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ, നബിയെ താങ്കൾ പറയുക, മൂസ താങ്കൾ പറയുക, ഹല്ലക ഇലാ അൻ തസക്ക, നീ പരിശുദ്ധി പ്രാപിക്കാൻ തയ്യാറുണ്ടോ എന്ന് അവനോടൊന്ന് ചോദിച്ചു നോക്കുക. വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ, നിൻ്റെ റബ്ബിലേക്ക് നിനക്ക് ഞാൻ ഹിദായത്ത്, മാർഗദർശനം നൽകാം. അഥവാ ഹിദായത്ത് ഇർഷാദ്, അല്ല, ഹിദായത്ത് രണ്ട് രൂപത്തിലുണ്ട്. അള്ളാഹുവാണ് ഹിദായത്ത് തൗഫീക്ക് നൽകേണ്ടത്. ഹിദായത്ത് അള്ളാഹു ഉദ്ദേശിച്ചാലേ ഹിദായത്ത് നൽകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഹിദായത്തുൽ ഇർഷാദ് ഉണ്ട്, ഒരു വഴി കാണിച്ചു കൊടുക്കാൻ ഒരാൾക്ക് പറ്റും. സന്മാർഗം ഇതാണ്, ദുർമാർഗം ഇതാണ്, ഇതിലേക്കൂടി വരൂ എന്ന് സന്മാർഗത്തിന് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഹിദായത്തുൽ ഇർഷാദ് നടത്താൻ, ശരിയായ വഴി പറഞ്ഞു കൊടുക്കാൻ മൂസ നീ പോകുക. വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ, നിൻ്റെ റബ്ബിലേക്ക് നിനക്ക് ഞാൻ
ഹിദായത്ത് നൽകാം, മാർഗദർശനം നൽകാം. അങ്ങനെ നിനക്ക് അവനോട് ഭയഭക്തിയുള്ള ഖുശൂഉള്ള ആളായി മാറാം എന്ന് പറയുക മൂസ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താണ് ഫിർഔൻ എന്തൊക്കെയാണ് പ്രതികരിച്ചത്. ഫഅറാഹുൽ ആയത്തുൽ കുബ്ര, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ മഹത്തായ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് ദൃഷ്ടാന്തം? ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതിൽപ്പെട്ടതാണ് പാമ്പിനെ കയ്യിലുള്ള വടി അത് നിലത്തിട്ടപ്പോൾ എന്തായി? അത് പാമ്പായി മാറി. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണത്. എത്രത്തോളം ഫിർഔന് ശരിക്കും ബോധ്യപ്പെട്ടു, അപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം അവന് മനസ്സിലായി ഇത് സാഹിർമാർ ചെയ്താൽ ഇതിങ്ങനെ നിൽക്കൂല, ഇത് മുഅ്ജിസത്താണ്. കാരണം സാഹിർമാർ കൺകെട്ട് വിദ്യകളും അതേപോലെ അങ്ങനെ ഒരു സ്ഥായി ആയിട്ടുള്ളൊരു മാറ്റങ്ങളൊന്നും അവർക്കുണ്ടാക്കാൻ സാധിക്കില്ല, അത് പാളിപ്പോകും അല്ലേ. സാഹിർമാർ പലതും ചെയ്യാറുണ്ട്. നല്ല നിലക്കൊരു ഖുർആൻ ഓതിയാൽ അതങ്ങ് ഇല്ലാതായി പോവും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെ പോകുന്ന ഒന്നല്ല. ശരിക്കും ബോധ്യപ്പെട്ടു. ഫിർഔൻ എത്രത്തോളം പേടിച്ചു വരണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ കിബ്ർ കാരണം അപ്പോഴൊന്നും അവൻ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അവൻ ഫഖദ്ദബ വഅസാ, ആ ദൃഷ്ടാന്തം കണ്ടിട്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്ത് കണ്ടിട്ട് അവനത് നിഷേധിച്ചു. വഅസ, ധിക്കരിക്കുകയും ചെയ്തു എന്നാണ്. വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൻ്റെ വലങ്കൈ ഇടം കൈയുടെ കക്ഷത്തിൻ്റെ അടിയിൽ വെക്കുക, എന്നിട്ട് നീ പുറത്തേക്ക് എടുക്കുക, അത് തിളങ്ങുന്ന വിളക്ക് പോലെയാകും. മിൻ ഗൈരി സൂഉൻ, അതൊരു എന്തെങ്കിലുമൊക്കെ വെള്ളപ്പാണ്ട് ബാധിച്ചതോ അങ്ങനെ രോഗമോ ഒന്നുമല്ല, അതല്ലാത്ത രൂപത്തിൽ. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മുഅ്ജിസത്തുകൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ്. അതിൽ അള്ളാഹു തആല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്ത് ഇവിടെ അവൻ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. ഫകദ്ദബ വഅസാ, ഫിർഔൻ എന്ത് ചെയ്തു? നിഷേധിച്ചു. എന്നിട്ടോ സുമ്മ അദ്ബറ യസ്ആ, പിന്നെ അവൻ എതിർ ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പിരിഞ്ഞുപോയി. വെറുതെ പിരിഞ്ഞു പോയതല്ല, അവൻ ഒരുപാട് പരിശ്രമങ്ങൾ അവൻ നടത്തുകയാണ്. എന്ത് പരിശ്രമങ്ങൾ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇല്ലാതാക്കണം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ആളുകൾ അവിശ്വസിക്കണം, ജനങ്ങളെ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നതിൽ നിന്നും പിന്തിരിച്ചു കളയണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടി ഫിർഔൻ ഇത് കണ്ടിട്ടും നിഷേധിച്ച് തള്ളി പിരിഞ്ഞു പോവുകയാണുണ്ടായത്. എന്നിട്ടോ ഫഹശറ ഫനാദ, ഫഹശറ, അങ്ങനെ ആളുകൾ അവൻ ഒരുമിച്ച് കൂട്ടി. ഫനാദ, അവൻ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി, എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. ആരൊക്കെയാണ് ഫിർഔൻ ഒരുമിച്ച് കൂട്ടിയത്? 3 വിഭാഗം ആളുകളെയാണ്. ഒന്ന് അവൻ്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി, അഥവാ ആയുധങ്ങളും മറ്റും സജ്ജീകരിച്ചിട്ടുള്ള അവൻ്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. അതുപോലെ സാഹിറന്മാരെ ഒരുമിച്ച് കൂട്ടി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സാഹിറന്മാരെ അവൻ ഒരുമിച്ച് കൂട്ടി. ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടി. ബാക്കിയുള്ള പൊതുജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി. പൊതുജനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂട്ടിയത്? ഈ സാഹിറന്മാരെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ പരാജയപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടും, മൂസ അവൻ കള്ളനാണെന്ന് ബോധ്യപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്. കാരണം ജനങ്ങളെ കൂട്ടിയിട്ടില്ല, ജനങ്ങൾ വിശ്വസിക്കുകയില്ല. കാരണം ഹക്കെപ്പോഴും ആളുകൾ സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ കബളിപ്പിക്കണം. അതുകൊണ്ട് ജനങ്ങളോടും പറഞ്ഞു ഫിർഔൻ, നിങ്ങൾ വരിക, കണ്ടുവെക്കും. എന്നിട്ട് അതിന് രണ്ട് രൂപത്തിലുള്ള ആളുകൾ കൊണ്ടുവന്നു. സൈന്യത്തെയും കൊണ്ടുവന്നു, സാഹിറന്മാരെയും കൊണ്ടുവന്നു. ഫഹശറ ഫനാദ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. പക്ഷേ കാര്യമുണ്ടായിരുന്നില്ല. ചരിത്രം നമുക്കറിയാവുന്നതാണ്. വന്ന സാഹചര്യങ്ങൾ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു. അവർ ഇസ്ലാം സ്വീകരിച്ചു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുൽ അവർ വിശ്വസിക്കുന്നവരായി. അവരെ കൊല്ലുമെന്ന് ഫിർഔൻ ഭയപ്പെടുത്തി, അതിലും അവർ വീണില്ല. എന്നാലും കുഴപ്പമില്ല, കാരണം ഇത് ഹക്കാണെന്ന് മനസ്സിലായി, മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ ആ സാഹിറന്മാർ മാറി. അപ്പോഴേക്കും ഫിർഔനിൻ്റെ അഹങ്കാരം കൂടി. അവൻ പറഞ്ഞു, ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ റബ്ബാകുന്നു എന്ന് തന്നെ അവൻ പരിധി വിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഫിർഔൻ പറഞ്ഞ ലോകത്ത് മറ്റാരും പറയാത്ത അഹങ്കാരത്തിൻ്റെ വാക്കായിരുന്നു ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ്, എനിക്ക് മുകളിൽ ആരുമില്ല എന്നാണ് ഫിർഔൻ പറഞ്ഞത്. ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഫിർഔൻ ഒരുപാട് ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വിഗ്രഹങ്ങളെ ബനു ഇസ്രായേൽക്കാർക്ക് വിതരണം ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ ആരാധിച്ചുള്ളൂ, എന്നിട്ട് ഇത് നിങ്ങളുടെ റബ്ബാണെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അന റബ്ബു അർബാബിക്കും, നിങ്ങളുടെ ഈ റബ്ബുകളുടെ റബ്ബ് ഞാനാണ്, കാരണം ഞാനല്ല ഇതിനൊക്കെ പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും മുകളിൽ ഞാനാണ്, എൻ്റെ മുകളിൽ ഞാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഗർവോടുകൂടി പറഞ്ഞിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശേഷം അള്ളാഹു എന്താണ് അവനോട് ചെയ്തിട്ടുള്ളത്? ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ, ഫഅഖദഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടി. എങ്ങനെയുള്ള പിടികൂടൽ? നക്കാലൽ ആഖിറതി വൽ ഊല, പരലോകത്തിലെയും ഇഹലോകത്തിലെയും നക്കാൽ അഥവാ ശിക്ഷ, അദാബ്,
അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടി. എന്താണ് സഹോദരങ്ങളെ ഇഹലോകത്തും പരലോകത്തും വെച്ചുകൊണ്ടുള്ള ഫിർഔനിൻ്റെ ശിക്ഷ? ഖുർആനിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇഹലോകത്തുള്ള ശിക്ഷ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏതൊരു നൈലിൻ്റെ റബ്ബാണോ ഞാൻ, ഈ താഴെയുള്ള ഈ നൈൽ, ഈ താഴെയുള്ള ഈ നദി, അതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണെന്ന് പറഞ്ഞാൽ അതേ നദിയിൽ തന്നെ അവൻ അള്ളാഹു തആല മുക്കിക്കൊല്ലുകയാണ്. മുക്കിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ അല്പം കഴിവുള്ള ഒരാളെ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. കാരണം മുക്കിക്കൊല്ലണമെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുവരണം, വെള്ളത്തിൻ്റെ അടിയിൽ മുക്കണമെങ്കിലൊക്കെ അവിടെയൊക്കെ എത്തിയ ഒരാളൊക്കെ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യമാണ്. നമുക്ക് വേറെ പല രൂപത്തിലൊക്കെ കൊല്ലാൻ സാധിക്കും. മുക്കിക്കൊല്ലൽ എളുപ്പമാണ്, പക്ഷേ എല്ലാവരും സാധിക്കുകയില്ല. ഇനി എത്ര വലിയ രാജാവാണ്, നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റും രാജാവ് മുങ്ങി മരിക്കുക എന്ന് പറയുന്ന രാജാവ് ഇല്ല, വളരെ അപൂർവ സാധ്യത. അയാളെ പിടിച്ച് കൊണ്ടുവരാനൊന്നും സാധിക്കുകയില്ല. കാരണം അത്രയും പ്രജയും പരിവാരങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും രാജാവ് എന്ന് പറയുന്നത്, വലിയ അധികാരമുള്ള ആളായിരിക്കും. നമുക്കൊരു കടലിൻ്റെ നടുവിലൊന്നും കൊണ്ടുപോയി ഇടാൻ പറ്റുകയില്ല. പക്ഷെ എന്താണ് സംഭവം ഉണ്ടായതിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അയാൾ ആ കടലിൻ്റെ ഒത്ത നടുവിൽ തന്നെ എത്തുകയും കടൽ പിളർന്ന കടൽ അത് ഒരുപോലെ ആവുകയും ചെയ്തു. അവൻ ചിന്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു മുഅ്ജിസത്ത് അപ്പോഴെങ്കിലും അവൻ ചിന്തിക്കാൻ പറ്റണമായിരുന്നു. കാരണം വടി കൊണ്ടടിച്ചപ്പോൾ 2 പർവ്വത സമാനമായി കടലുകൾ ഉയർന്നു നിൽക്കുകയാണ്. നടുവിലുള്ള പാതയാകട്ടെ നനവ് പോലുമില്ല, ഉണങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും. പക്ഷെ ചില ആളുകൾ നമുക്കറിയില്ല, എത്ര ഹക്ക് പറഞ്ഞു കൊടുത്താലും എത്ര കണ്ടാലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അതിൻ്റെ തലവനായിരുന്നു ഫിർഔൻ. അവനതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ സമയത്ത് മൂസയെ കൊല്ലണം എന്നുള്ള ചിന്തയല്ലാതെ വേറൊരു കാര്യം അവൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് വരെ ചിന്തിക്കാമായിരുന്നു, പക്ഷെ പറ്റിയിട്ടില്ല. അവസാനം ഒത്ത നടുവിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർന്നു പൊങ്ങിയ കടലുകളെ നേരെയാകാൻ കൽപ്പിക്കുകയും നേരെയാകുകയും അവനവിടെ മുങ്ങി മരിക്കുകയും ചെയ്തു. അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിച്ചുകൊണ്ടുള്ള മരണമാണ് അവന് ദുനിയാവിൽ കിട്ടിയത്. അതാണ് നക്കാലൽ ആഖിറത്തി വൽ ഊല. വൽ ഊല എന്ന് പറഞ്ഞാൽ ഇഹലോകമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ഇഹലോകമാണ് ഉദ്ദേശിക്കുന്നത്. ഇഹലോകത്ത് അവന് നക്കാലുണ്ടായി, പ്രയാസമുണ്ടായി, ശിക്ഷയുണ്ടായി എന്ന് പറഞ്ഞു. ഇനി ഖബറിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔന് രാവിലെയും വൈകുന്നേരവും നരകം കാണിച്ചു കൊടുക്കുമെന്നുള്ളത് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. നാളെ പരലോകത്ത് വെച്ചും ഏറ്റവും വലിയ അദാബിലേക്കായിരിക്കും അവൻ ചെന്ന് വീഴുക, ശിക്ഷയിലായിരിക്കും ഫിർഔൻ വീഴുക എന്നുള്ളത് നസ് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞ നക്കാലൽ ആഖിറത്തി വൽ ഊല. ഇഹലോകത്തെയും പരലോകത്തെയും ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകി, അവനെ പിടികൂടി എന്ന് പറഞ്ഞു. ശേഷം അള്ളാഹു പറയാണ്, എന്തിനാണ് ഖുർആനിൽ ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത്? ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശ. തീർച്ചയായും അതിൽ ഭയപ്പെടുന്നവർക്ക് ഗുണപാഠമുണ്ട് എന്നാണ് പറഞ്ഞത്. എല്ലാ ചരിത്രങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഗുണപാഠമല്ല. 3 ക്വാളിറ്റി ഒരാൾക്കുണ്ടെങ്കിലേ ഗുണപാഠം ഉണ്ടാകുകയുള്ളൂ എന്ന് ഖുർആനിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഒന്ന് ഈമാനാണ്, വിശ്വാസികൾക്കേ ഗുണപാഠം ഉണ്ടാവുകയുള്ളൂ. ഇതൊരു കാഫിർ വായിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണപാഠം ഉണ്ടാവണം എന്നില്ല. ചരിത്രങ്ങൾ ഒരു യുക്തിവാദി പരിഹസിക്കുന്നവൻ കൂടുതൽ പരിഹസിക്കുക എന്നുള്ളത് അല്ലാതെ അവൻ ഇതുകൊണ്ടൊരു ഉപകാരം ലഭിക്കുകയില്ല. ഈമാൻ ഒന്ന് വേണം. അല്ലാഹു തആല പറഞ്ഞല്ലോ, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ ഉത്ബോധനം ചെയ്യുക, അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുക ആര് നിന്നെ പരിഹസിച്ചാലും. കാരണം മുഅ്മിനീങ്ങൾക്ക്, അള്ളാഹുൽ വിശ്വസിക്കുന്നവർക്ക് അതിൽ ഉപകാരം ഉണ്ടാവും, തീർച്ചയാണത്. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ഉപകാരമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തത്. ഈമാൻ വേണം. ഈമാൻ വേണം നമുക്ക് ഉപദേശങ്ങൾ ഫലപ്പെടണമെങ്കിൽ. രണ്ടാമത്തത് ഖശ്യത്ത് വേണം. സയദ്ദക്കറു മൻ യഖ്ഷ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സയദ്ദക്കറു മൻ യഖ്ഷ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ആ ഉത്ബോധനം സ്വീകരിക്കും. രണ്ടാമത്തത് ഖശിയത്താണ്. മൂന്നാമത്തത് സഹോദരങ്ങളെ ഹുദൂറുൽ ഖൽബാണ്. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കാൻ സാധിക്കണം. അള്ളാഹു തആല സൂറത്തു ഖാഫിൽ പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. തീർച്ചയായും ഹൃദയമുള്ളവനായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹൃദയമുണ്ട്, പക്ഷെ കൊണ്ട് കാര്യമില്ല. ചിന്തിക്കുന്ന ഹൃദയമുള്ളവൻ, അതുപോലെ മനസാന്നിധ്യത്തോടു കൂടി അത് ചെവി കൊടുത്ത് കേൾക്കണം. മനസാന്നിധ്യത്തോടു കൂടി ചെവി കൊടുത്ത് കേൾക്കുകയാണ് എങ്കിൽ അവനാണ് ഇന്ന ഫീ ദാലിക ലദിക്റ. അവനതിൽ പാഠമുണ്ട്, അവനതിൽ ഉത്ബോധനമുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങൾ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈമാൻ നമുക്ക് ഉത്ബോധനം ഫലം ചെയ്യണമെങ്കിൽ വിശ്വാസം ശരിയാക്കണം. 2 ഖശിയത്ത് ഉണ്ടാകണം. അള്ളാഹുവിന് ഭയമുള്ളവനായിരിക്കണം. അള്ളാഹുവിനെക്കുറിച്ച് ചിന്തയില്ലാത്തവനാകാൻ പാടില്ല. അതേപോലെ പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ നമുക്കൊരു കാര്യം ചർച്ച ചെയ്യാം. ചില ആളുകൾക്ക് എത്ര ഖുതുബകൾ കേട്ട് കഴിഞ്ഞാലും അവരതിന് ശേഷവും വലിയ മാറ്റമൊന്നും കാണുന്നില്ല. നല്ല നല്ല ഖുതുബകളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മുഅ്മിനീങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് പാലിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് അവൻ്റെ ഖശിയത്തിൽ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന കാര്യത്തിലുള്ള ദൗർബല്യമുണ്ട്. അവൻ നന്നായി സൂക്ഷിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവൻ ഈമാൻ കൂടുതൽ വർദ്ധിക്കും. പക്ഷേ അവൻ അറിയുന്ന കാര്യങ്ങൾ തന്നെ ശരിക്കും ചെയ്യുന്നില്ല, ഖശിയത്ത് കുറവുണ്ട്.
രണ്ടാമത്തത് അദമു ഹുദൂറിൽ ഖൽബ്, അവൻ കൽബ് ശരിക്കും കൊടുക്കുന്നില്ല, എവിടെയോ ചിന്തിച്ചിരിക്കുകയാണ്. പറയുന്ന കാര്യം ശ്രദ്ധിക്കാതെ എവിടെയോ എങ്ങനെയോ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ പറയുന്നത് കൊണ്ടുള്ള ഫലം ലഭിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് സൂറത്തുൽ ഖാഫിൽ പറഞ്ഞ ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സമഅ വഹുവ ഷഹീദ് എന്ന് പറഞ്ഞത്. മനസ്സാന്നിധ്യത്തോടുകൂടി ചെവി കൊടുത്ത് കേൾക്കണം, എന്നാലേ ഉപകാരമുണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്ന ഫീ ദാലിക ലദിക്റ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ഷാ. ഈ സൂറത്തിൽ പറഞ്ഞു തീർച്ചയായും ഇത് ഭയപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു ഗുണപാഠം വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം പിന്നീട് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.